മാ തിമലായി മയാ ഗർച്ചു. അപ്പം ഇങ്ങനെയാണ് ഐ ലവ് യു എന്ന് പറയുന്നതല്ലേ നേപ്പാളി? എന്നാലും നമുക്ക് ഈ ബുദ്ധി എന്നാ നേരത്തെ തോന്നാൻ? അപ്പോൾ അങ്ങനെ നമുക്കും പെണ്ണ് കിട്ടാൻ പോകുന്നു. 30 വർഷത്തെ കാത്തിരിപ്പ്. അവൾ സുന്ദരിയായിരിക്കും അല്ലേ? പിന്നെ അതെ അതെ, നല്ല ആപ്പിളിൻ്റെ കളർ. വാ, ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ സ്വപ്നം. എനിക്ക് മിനിമം ഒരു 3 ഭാര്യമാരെങ്കിലും വേണം. അതെന്തിനി? ആദ്യം ഒന്നിനെ നോക്കാൻ പറ്റുമോ നോക്ക്. നിനക്ക് എൻ്റെ അമ്മാവനാറിന് അറിയത്തില്ലേ? പിന്നെ അവൻ എനിക്ക് പെണ്ണില്ലെന്ന് പറഞ്ഞ കളിയാക്കിയത് കുറേ. അവൻ ഒരു ഭാര്യയല്ലേ ഉള്ളൂ. ഞാൻ അവൻ്റെ മുന്നിൽ കൂടെ 3 ഭാര്യമാരുമായിട്ട് നടക്കും. അങ്ങനെയാണെങ്കിൽ എനിക്കും വേണം 2 നിനക്കെന്തിനാണ് 2? എടാ, അവിടെ ഒന്നാമത് പുരുഷന്മാരുടെ എണ്ണം കുറവാണ്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയ സഹായം നമ്മൾ ചെയ്യുക. മനുഷ്യരല്ലേ? അവിടെ റേഷൻ കാർഡൊക്കെ കാണും. ഇവിടെ ഞാൻ അതുകൊണ്ടാണ് പിടിച്ചിരിക്കുന്നത്. പിന്നെ കാണൂടാ, അവിടെ നമ്മളെപ്പോലുള്ളവന്മാർ ഇല്ലാതിരിക്കത്തില്ലല്ലോ. പിന്നില്ലേ? പക്ഷേ ഭാഷ ഒരു പ്രശ്നമല്ലേ? ഓ എടാ, എക്സ്ക്യൂസ് പറയാതെ സൊല്യൂഷൻ കാണണ്ട. നമുക്കിപ്പോൾ പെണ്ണ് വേണം. നമ്മൾ നേപ്പാളിൽ നിന്ന് പെണ്ണ് ഇറക്കും. കൊതിയാവുന്നു. എൻ്റെ കൊച്ചിനൊരു മലയാളി നേപ്പാളി പേര് വേണം. നേപ്പാളി. ഒന്ന് പോടൂ. നിങ്ങൾ പറഞ്ഞല്ല ഞാൻ കേട്ടു. ഞാനും ഉണ്ട് നേപ്പാളി. ഈടാ, നിങ്ങൾ ഈ മുറുക്കന്മാർ കെട്ടിയിട്ട് ഇനി ഉണ്ടാക്കിയാൽ മതി. ശരി, എൻ്റെ കല്യാണം വിളിക്കാൻ വന്നതാണ്. ഈ മാസം 12 കല്യാണം. കുറി. പിന്നെ ഒരു കാര്യം, നേപ്പാളിലെ ഇത് ഗോത്താഴത്തിനാണ് നിങ്ങൾ തന്നത്. എന്താ പരട്ട കളവൻ വിളിക്കുന്നുണ്ട്. കൊടുക്കവന്. ഹലോ മോനെ, വാസുദേവ മാമനാടാ. നിന്റെ കല്യാണം വല്ല ആയോ? ആ, നിന്നെ കാണാൻ വരുന്നുണ്ടാ.